നെയ്യാറ്റിൻകര കാഞ്ഞിരംകുളത്ത് സ്കൂൾ വിദ്യാർത്ഥിക്ക് സഹപാഠിയുടെ അച്ഛൻ്റെ ക്രൂരമർദ്ദനം. സഹപാഠിയുടെ പിതാവിൻ്റെ പേര് FIR പോലീസ്. കാഞ്ഞിരംകുളം പോലീസാണ് കേസെടുത്ത് അന്വേഷിക്കുന്നത്. ഈ മർദ്ദനമേറ്റ ലിജിൻ 8ാം ക്ലാസ്സിലെ ക്ലാസ് ലീഡർ കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ക്ലാസ്സിൽ ബഹളം വെച്ച കുട്ടികളുടെ പേര് സ്വാഭാവികമായും ബോർഡിൽ എഴുതുക എന്നുള്ളത് ലീഡറിൻ്റെ കടമയാണ്. ഇത്തരത്തിൽ ഈ മർദ്ദിച്ച പിതാവിൻ്റെ കുട്ടിയുടെ പേര് ലിജിൻ ബോർഡിൽ എഴുതുകയും ഇതിൻ്റെ പ്രതികാരമാണ് അന്ന് വൈകിട്ട് സ്കൂളിൽ വിട്ടപ്പോൾ ഞാൻ ചെറുപ്പം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ വർത്തമാനം പറയുന്നവരുടെയൊക്കെ പേര് എഴുതുമായിരുന്നു. ബുക്കിലായിരിക്കും, ചിലപ്പോൾ സ്ലേറ്റിലായിരിക്കും എഴുതി വയ്ക്കുക. ആ പേര് വായിച്ചു കഴിഞ്ഞാൽ അടിയും തരാറുണ്ട്. പക്ഷെ അതൊരു കാലം കെട്ടി ഞങ്ങളങ്ങ് വിടും. അത് പേടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു പകയൊന്നും ഇത്രയും കാണിച്ചിട്ടില്ല. ഇത് ആ പിള്ളേർ തമ്മിൽ പകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് അച്ഛനിങ്ങനെ കയറി തല്ലേണ്ട കാര്യം എന്നാണ് പണ്ടൊക്കെ മറ്റേ വെളിവുണ്ട്. ഈ ചുമ്മാ കയറി പിടിച്ചൊരു കൊച്ചിനെ കയറി തല്ലുക എന്നൊക്കെ പറയുമ്പോൾ എന്ത് വെളിവുള്ള തന്തയാന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ആ കൊച്ചിനെ പിടിച്ച് ആശുപത്രിയിലുമായി. ഇവനെ പിടിച്ച് ശരിക്കും അടിക്കണം. ആ ലാത്തി വെച്ച് പോലീസുകാർ. എടോ ഒരു പേര് എഴുതിയെന്ന് വെച്ചാൽ തൻ്റെ മോൻ്റെ ഭാവിയൊന്നും പോകുന്നില്ല. അത് സ്ഥിരം എല്ലാവരും എഴുതിയിട്ടുമുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ ഒരു വർത്തമാനം പറഞ്ഞാൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അടി ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ചുമ്മാ കിടന്ന് ഈ അടി കിട്ടിയെന്ന് വെച്ച് പേര് എഴുതിയെന്ന് വെച്ചാൽ വല്ല പോലീസ് കേസോ അത് നാണക്കറിൻ്റെ കേസോ ഒന്നുമല്ല. എന്നിട്ട് ആ പാങ്ങ് കൊച്ചിനെ പിടിച്ച് തല്ലിയില്ലേ പോലീസുകാർ. ഇവനെ ഈ തന്തേനെ കൊണ്ടിട്ട് നല്ല ലാത്തി വെച്ച് പുറം പൊളിയണമായ അടിയില്ല. അതൊന്നും എനിക്ക് പറയാനുള്ളൂ.